ഹരേ കൃഷ്ണ. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് രാമായണ മാസമാണല്ലോ. നമ്മളെല്ലാവരും രാമായണം പാരായണം ചെയ്യുന്നുണ്ടല്ലോ. നമ്മുടെ എല്ലാം വീടുകളിൽ രാമായണം മുഴങ്ങി കേൾക്കുകയാണല്ലോ. നമുക്ക് രാമായണ പാരായണം ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രമായിട്ടാണോ ചെയ്യാൻ സാധിക്കുന്നത്? ഒരിക്കലുമല്ല. രാമായണം മുന്നോട്ടും നമുക്ക് തുടർന്നും പാരായണം ചെയ്യാവുന്നതാണ്. രാമായണം മാത്രമല്ല, ഭാഗവതം പാരായണം ചെയ്യാം. അതുപോലെ മറ്റ് ഏത് ഗ്രന്ഥവും നമുക്ക് പാരായണം ചെയ്യാവുന്നതാണ്. നമ്മൾ ഇതൊക്കെ പാരായണം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് എന്താണ് കിട്ടുന്നത്? നമ്മൾ എന്തിലേക്കാണ് ചെന്ന് ചേരുന്നത്? രാമായണമാകട്ടെ അല്ലെങ്കിൽ ഭാഗവതമാകട്ടെ, ഭഗവത്ഗീത, മഹാഭാരതം, ദേവീപുരാണം, മഹാശിവപുരാണം, സ്കന്ദപുരാണം, ഗരുഡപുരാണം എന്നു വേണ്ട നമ്മുടെ ഹിന്ദു പുരാണങ്ങളിൽ ഏതും നമുക്ക് എപ്പോൾ വേണമെങ്കിലും പാരായണം ചെയ്യാവുന്നതാണ്. ഈ ഗ്രന്ഥങ്ങളൊക്കെ പാരായണം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്താണ് ലഭിക്കുന്നത്? നമ്മൾക്ക് ഇഷ്ടകാര്യസിദ്ധികൾ ലഭിക്കുമോ? എന്താഗ്രഹിച്ചാലും അത് കയ്യിൽ കിട്ടുന്നുണ്ടല്ലേ? അതുമാത്രമാണോ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? നമുക്ക് എന്താണ് ഈ ഒരു ജന്മത്തിൽ ഏറ്റവും അവസാനമായിട്ട് നമുക്ക് വേണ്ടത്? ഈ ഒരു മനുഷ്യജന്മം നമുക്ക് ലഭിച്ചതിന് ശേഷം നാം എന്തൊക്കെ പുണ്യപ്രവർത്തികളാണ് ചെയ്തത്? നമ്മൾ എന്തൊക്കെ പാപങ്ങൾ ചെയ്യേണ്ടി വന്നു? നമുക്ക് അറിയാതെയാണെങ്കിൽ പോലും മനസ്സിൽ പാപചിന്തകൾ ഉയർത്തുന്നതും അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും പ്രവൃത്തിയിലൂടെ ചെയ്യുന്നതുമൊക്കെ നമുക്ക് കർമ്മഫലമായി നമുക്ക് തിരിച്ച് ലഭിക്കാറുണ്ടല്ലേ. അതിനി പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അതിൻ്റെ കർമ്മങ്ങൾ നമുക്ക് അപ്പോഴപ്പോൾ കിട്ടും, അല്ലെങ്കിൽ ഇനി മുന്നോട്ട് കിട്ടും. അങ്ങനെയൊക്കെ നമുക്ക് സംഭവിക്കാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അതുമാത്രമാണോ നമുക്ക് വേണ്ടത്? ഇതിനൊരു അന്ത്യം വേണ്ടേ? പുണ്യമാണെങ്കിലും പാപമാണെങ്കിലും അത് ചെയ്തു കഴിയുമ്പോൾ നമുക്കതിൽ നിന്നും ലഭിക്കുന്ന ആ ഒരു കർമ്മഫലം, അതിൻ്റെയൊക്കെ ഒരു അന്ത്യം വേണ്ടേ നമുക്ക്? അതിനുവേണ്ടി നാം എന്താണ് ചെയ്യേണ്ടത്? പൂന്താനം ജ്ഞാനപ്പാനയിൽ അതിനെപ്പറ്റി വളരെ വിശദമായി തന്നെ നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. നമ്മൾ നാമജപം ചെയ്യേണ്ടതിൻ്റെ ആവശ്യകതയെപ്പറ്റി. അത് നമുക്ക് പൂർണ്ണമായും മനസ്സിലാക്കാൻ സാധിച്ചാൽ നമുക്കറിയാം നാം എന്തിനാണ് നമ്മുടെ ഈ ഭൂമിയിൽ ഭാരതഖണ്ഡത്തിൽ നമ്മൾ വന്ന് പിറന്നത്, എന്തിനു വേണ്ടിയാണെന്ന് നാം ആ ജ്ഞാനപ്പാന മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്കറിയാൻ സാധിക്കുന്നതാണ്. നാമജപം എത്രത്തോളം പ്രാധാന്യമാണ് നമ്മുടെ ജീവിതത്തിൽ എന്ന് ആ ഒരു നിസ്സാരമെന്ന് നമ്മൾ കരുതുന്ന ആ ഒരു ജ്ഞാനപാനയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. വളരെ ചെറിയ കാവ്യമാണെങ്കിലും വളരെ ബൃഹത്തായ ഒരു സന്ദേശമാണ് മനുഷ്യ സമൂഹത്തിന് ആ ഒരു കാവ്യം പകർന്നു തരുന്നത്. നാം ഒരു പുണ്യകർമ്മം ചെയ്തു എന്നിരിക്കട്ടെ, നമുക്കതിൻ്റെ കർമ്മഫലമായി നമുക്കൊരു നല്ല കർമ്മഫലം അതിൽ നിന്നും ലഭിക്കുന്നതാണല്ലേ. അതുപോലെ നമ്മളൊരു അറിയാതെയാണെങ്കിൽ പോലും ഒരു പാപകർമ്മം ചെയ്തെങ്കിൽ നമുക്കതിൻ്റെ ഫലവും നമുക്ക് ലഭിക്കുന്നതാണ്. ഇതിങ്ങനെ മാറി മാറി തുടർന്നു കൊണ്ടിരുന്നാൽ ഇതിൻ്റെ കർമ്മഫലം അനുഭവിക്കുവാൻ വേണ്ടി നാം വീണ്ടും വീണ്ടും ജനിക്കേണ്ടതായി വരുന്നുണ്ട്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്കിതിനൊരു അന്ത്യം വേണ്ടേ ശരിക്കും? അതെ, മോക്ഷം, പുണ്യത്തിൻ്റെയും പാപത്തിൻ്റെയും എല്ലാം ഒരു അവസാനമായി വന്ന് വിഷ്ണുവിങ്കൽ വിലയം പ്രാപിക്കുന്നതിനെ മോക്ഷമെന്ന് പറയുന്നു. പിന്നെ നമ്മൾ ഒരു ജന്മത്തെപ്പറ്റി ചിന്തിക്കുക പോലും വേണ്ട. അത്രയ്ക്ക് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു വരമാണ് നമുക്ക് മോക്ഷം കിട്ടുക എന്നുള്ളത്. നമ്മൾ ഒരു ക്ഷേത്രത്തിൽ പോവുകയാണെന്ന് കരുതുക. നമ്മൾ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് ശുദ്ധവൃത്തി വരുത്തിയിട്ട് നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുവാനായി പോകുന്നു. നമ്മൾ പോകുന്ന വഴിക്ക് പല കാര്യങ്ങളും നമുക്ക് കാണുമായിരിക്കും, അല്ലെങ്കിൽ നമ്മൾ പല കാര്യങ്ങളും ചിന്തിക്കുമായിരിക്കും. നമ്മൾ ക്ഷേത്രത്തിൽ ചെല്ലുന്നു, ഭഗവാനോട് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെയാണെങ്കിലും ഒരു വിളക്ക്, അതിൽ കുറച്ച് അധികം ക്ലാവ് പിടിച്ചിട്ടുണ്ട് എന്ന് വിചാരിക്കുക. ചില ഭക്തർ ഭഗവാനെ പ്രാർത്ഥിച്ചതിന് ശേഷം ഇങ്ങനെ ചിന്തിക്കും, ഈ വിളക്കൊക്കെ എത്ര അഴുക്കാണല്ലേ, ഇതൊന്ന് ചെയ്തു വെച്ചുകൂടെ എന്നിങ്ങനെ ചിന്തിക്കാറുണ്ട്. അല്ലെങ്കിൽ പോകുന്ന വഴിക്ക് ചില ചപ്പുചവറുകളൊക്കെ കിടക്കുന്നത് കാണാറുണ്ട്. അപ്പോൾ ഇവിടെ എല്ലാം എത്ര വൃത്തിഹീനമാണ്, ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇട്ടൂടെ എന്നൊക്കെ ഒന്ന് ചിന്തിക്കുന്ന ഭക്തന്മാർ ഇഷ്ടം പോലെയുണ്ട്. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ഇങ്ങനെ നമ്മുടെ ഈ ചിന്തകളിൽ പോലും ഒരു ചെറിയ രീതിയിലൊരു മാലിന്യം വരികയാണ്. കാര്യം നമ്മൾ ക്ഷേത്രത്തിലെ ആ ഒരു വൃത്തിയില്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുകയായിരിക്കും. പക്ഷേ അതിന് മൂലം നമുക്കാണെങ്കിലും അത് ചെയ്യാമല്ലോ. ആ പോകുന്ന വഴിക്കൊരു ചവറ് കണ്ടു കഴിഞ്ഞാൽ അതെടുത്തൊന്ന് കളയുകയാണെങ്കിൽ അത് നമ്മുടെയും കർമ്മത്തിൻ്റെ ഒരു ഭാഗമാണ്.
നമുക്കത് ചെയ്യാം. പക്ഷേ നമ്മളത് ചെയ്യേണ്ടവർ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് മനസ്സിലൊരു ചെറിയ കുറ്റം അവരെ കാണുന്നു അല്ലേ? അപ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ഒരു കർമ്മഫലമുണ്ട് എങ്കിൽ ആ കർമ്മഫലത്തിൻ്റെ ഒരു പങ്ക് നമ്മളും കൊണ്ടുപോരുന്നു. നമ്മുടെ കർമ്മഫലത്തിലേക്ക് അവരുടെ ആ കർമ്മഫലത്തിൻ്റെ ഒരു ഭാഗവും കൂടി ചേർക്കുന്നു. നമ്മൾ അതുകൂടി അനുഭവിക്കേണ്ടി വരുന്നു. അപ്പോൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ക്ഷേത്രത്തിൽ ചെന്ന് കഴിഞ്ഞാൽ എന്തും നടന്നു കൊള്ളട്ടെ അവിടെ. നമ്മളതൊന്നും ശ്രദ്ധിക്കാതെ ഭഗവാനോട് നമ്മുടെ കാര്യങ്ങളൊന്നും പറയേണ്ട കാര്യമില്ല. ഭഗവാനോട് എന്താണ് പറയേണ്ടത്? നമ്മുടെ എന്തെങ്കിലും കാര്യങ്ങൾ ഭഗവാനോട് പറയേണ്ടതായിട്ടുണ്ടോ? ഇല്ല. പിന്നെ പറയേണ്ടവർക്ക് പറയാം കേട്ടോ. എങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത് നാമജപം ചെയ്യുക. ഭഗവാനോട് നമ്മൾ പറ്റാവുന്ന അത്രയും രീതിയിൽ ഭഗവാനെ സ്തുതിക്കുക. സ്തുതിച്ചതിന് ശേഷം എന്താണ് നിനക്ക് സുഖമല്ലേ എന്നൊക്കെയൊന്ന് ഭഗവാനോട് കുശലം ചോദിക്കുക. ഞാൻ വെറുതെ വന്നതാ കേട്ടോ, നിന്നെ ഒന്ന് കണ്ട് തൊഴുവാനായിട്ട് വന്നതാ. നിന്നെ ഒന്ന് കാണണമെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ട് ഞാൻ നിൻ്റെ അടുത്ത് വന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഭഗവാനോട് പറഞ്ഞേച്ച് തിരിച്ചിങ്ങ് പോരുക. നമ്മൾ ഇവിടെ കാണുന്ന മറ്റുള്ളവർ എന്തു ചെയ്യുന്നു, എന്ത് പ്രവർത്തിക്കുന്നു എന്നൊന്നും നമ്മൾ വിലയിരുത്താതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ എന്താണ് ലാഭം? നമ്മൾ വിലയിരുത്തുമ്പോൾ നമുക്ക് അവരിൽ മറ്റുള്ളവരിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള കുറ്റങ്ങളും കുറവുകളും കണ്ട് നാം അത് ചിന്തിക്കുകയോ അല്ലെങ്കിൽ ആരോടെങ്കിലും പറയുകയോ ഒക്കെ ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ആ ഒരു കുറച്ച് കർമ്മഫലത്തിൻ്റെ പങ്കുകൂടി നമ്മളിങ്ങോട്ട് എടുക്കുകയാണ്. അതുകൊണ്ട് ഒരിക്കലും അങ്ങനെ ചെയ്യാതെ ആരെയും ഒന്നിനും വിലയിരുത്താതെ നമ്മൾ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ കർമ്മഫലം തന്നെ നമ്മൾക്ക് മതിയാകും. അതിനുശേഷം നമ്മുടെ ഈ നാമജപം കൂടി നമുക്ക് കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും ഭഗവാനിലേക്ക് കൂടുതൽ കൂടുതൽ അടുക്കുവാനായിട്ട് സാധിക്കും. അതുകൊണ്ട് നമ്മളിപ്പോൾ ക്ഷേത്രത്തിലേക്ക് നടന്നു പോവുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മൾ പോകുന്ന വഴിക്കെല്ലാം നമ്മൾ ആ ഒരു മന്ത്രം ജപിച്ചുകൊണ്ടങ്ങ് പോവുക. നമ്മൾ നാരായണ എന്ന് ചൊല്ലിയാൽ മതി. മന്ത്രം ഇനി ജപിക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ നാരായണ എന്ന് ആർക്കാണ് വിളിക്കാൻ സാധിക്കാത്തത്? എല്ലാവർക്കും വിളിക്കാൻ പറ്റുന്ന ഒരു മന്ത്രമാണ് അല്ലെങ്കിൽ ഒരു നാമമാണ് നാരായണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ആ ഒരു നാരായണ എന്ന് പറയുന്ന നാമം ജപിച്ചുകൊണ്ട് അങ്ങ് സ്ഥിരം അങ്ങ് നടക്കുകയാണെങ്കിൽ നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോഴും നാരായണ എന്നങ്ങ് നമ്മൾ അറിയാതെ പറഞ്ഞു പോകും അല്ലേ? നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം കാണുമ്പോൾ മാത്രം നമ്മൾ കൃഷ്ണ ഗുരുവായൂരപ്പ എന്ന് വിളിക്കുന്നതിന് പകരമായിട്ട് നമ്മൾ സർവ്വസമയവും നമ്മൾ നാരായണ നാരായണ എന്ന് വിളിക്കും. നമ്മളല്ലേ കൃഷ്ണ 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 എന്ന് പറഞ്ഞ് നടന്നോളുക അല്ലേ? ഗുരുവായൂരപ്പ 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 നാരായണ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി എളുപ്പമാണ്. നാരായണ മന്ത്രം ജപിച്ചോളൂ, നാരായണ നാമം പറഞ്ഞോളൂ. അതുകൊണ്ട് നമുക്ക് എന്താണ് നഷ്ടം? നമുക്കൊന്നും നഷ്ടമില്ല. നമ്മൾ സ്വപ്നത്തിൽ പോലും പിന്നെ നാരായണ എന്ന് പറഞ്ഞുകൊണ്ടേ നമ്മൾ ഉറങ്ങുകയുള്ളൂ. അതാണ് നമുക്കൊക്കെ കിട്ടുന്ന ഒരു അനുഗ്രഹം. അങ്ങനെ നമ്മൾ ഈ നാരായണ നാമം ജപിച്ച് 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 ഭഗവാനിലേക്ക് കൂടുതൽ അടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? ഭഗവാൻ നമ്മളെ അങ്ങ് എടുത്തോളും. അങ്ങനെ കൊണ്ടുപോകുമെന്നല്ല കേട്ടോ. ഭഗവാൻ നമ്മുടെ എന്ത് കാര്യത്തിനും നമ്മുടെ കൂടെ ഉണ്ടാകും. നമ്മളെ ആർക്കും തൊടാൻ പോലും സാധിക്കുകയില്ല. അങ്ങനെയൊന്ന് തൊട്ട് നോക്കൂ. അപ്പോൾ അറിയും അവർ നമ്മുടെ ശക്തി, നമ്മുടെ ഭഗവാന്റെ ശക്തി എത്രത്തോളം നമ്മളിലേക്ക് പടർന്നിരിക്കുന്നുവെന്ന് അവർ മനസ്സിലാക്കുന്ന ഒരു ദിവസമുണ്ടാകും. അങ്ങനെ സംഭവിക്കണമെന്നുണ്ട് എങ്കിൽ നമുക്ക് ഒന്നിനും ഒരു തടസ്സം കൂടാതെ നമ്മുടെ കാര്യങ്ങൾ നടത്താനും എല്ലാ ദുഷ്ടശക്തികളിൽ നിന്നും ഒരു രക്ഷാകവചമായും നമ്മുടെ കൂടെ തന്നെ നമ്മുടെ ഭഗവാൻ കാണും. അതുകൊണ്ട് സർവ്വസമയവും വിളിക്കാവുന്ന അത്രയും ടൈം ആ ഒരു നാരായണ എന്ന് വിളിക്കുകയോ അല്ലെങ്കിൽ ഓം നമോ നാരായണ എന്ന് പറയുകയോ അല്ലെങ്കിൽ ഓം നമഃശിവായ, നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ നാവിൽ നിന്നും ഉച്ചരിക്കുവാൻ ഇഷ്ടം, അതിന് ഏത് മന്ത്രമായിക്കൊള്ളട്ടെ അത് നിങ്ങൾ ജപിക്കുക. സർവ്വസമയവും ജപിച്ചുകൊണ്ടേയിരിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന വലിയ മാറ്റങ്ങൾ നിങ്ങൾക്ക് തന്നെ അനുഭവിച്ചറിയാനായിട്ട് സാധിക്കും. അത്ര പവർഫുള്ളാണ് ഈ മന്ത്രം അല്ലെങ്കിൽ നാമജപം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ സർവ്വസമയവും നാമം ജപിക്കുക. അതുപോലെ ഒരിക്കലും മറ്റുള്ളവരിൽ നമ്മളൊരു കുറ്റം കണ്ടുപിടിക്കാനോ അവർക്ക് എന്തെങ്കിലും കുറ്റങ്ങളും കുറവുകളും ഉണ്ടായിക്കൊള്ളട്ടെ, നമ്മൾ ഒരിക്കലും അവരെ വിലയിരുത്താനായിട്ട് പോവണ്ട. കാരണം നമ്മൾ അവരെ വിലയിരുത്താൻ പോകുമ്പോൾ അത് നമുക്ക് തന്നെ തിരിച്ചു വരുന്ന ഒരവസ്ഥ കാണാറുണ്ട്. അതുകൊണ്ട് ഒരിക്കലും അതിന് ശ്രമിക്കാതെ നമ്മൾ നമ്മുടെ കാര്യം മാത്രം നോക്കി നമ്മുടെ നാമജപവുമായി മുന്നോട്ട് പോവുകയാണെങ്കിൽ
നമ്മുടെ കർമ്മഫലം മാത്രം നമുക്ക് അനുഭവിച്ചാൽ മതിയാകും. എന്തിനാണ് മറ്റുള്ളവരുടെ കർമ്മഫലം കൂടി നമ്മൾ എടുക്കുന്നത്? അതിൻ്റെ ആവശ്യമുണ്ടോ? ഒന്ന് ചിന്തിച്ച് നോക്കൂ. നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമേ ഉള്ളൂ. അങ്ങനെ നമ്മുടെ കർമ്മഫലം തീർത്തിട്ട് നമുക്ക് മോക്ഷപ്രാപ്തിയിലേക്ക് നീങ്ങുകയും ചെയ്യാം. അതാണ് ഭഗവാന്റെ നാമജപം കൊണ്ട് നമുക്ക് നേടാൻ കഴിയുന്ന ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മനസ്സിനെ അലട്ടുന്ന എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുമല്ലേ. നമുക്ക് ഓരോരോ സങ്കടങ്ങളും നമുക്ക് ഓരോരോ പ്രശ്നങ്ങളുമൊക്കെ തരണം ചെയ്യേണ്ടതായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരാറുണ്ട് നമ്മുടെ ജീവിതത്തിൽ. അപ്പോൾ എന്താണ് സംഭവിക്കുക? നമ്മൾ നിരന്തരം അതിനെപ്പറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ ആ ദിവസം തന്നെ നമുക്ക് നഷ്ടമാവുകയാണ് ചെയ്യുന്നത്. ഇതിന് നമ്മൾ എന്താണൊന്ന് ചെയ്യേണ്ടതെന്ന്, നമ്മൾ നാമം ജപിക്കാറൊക്കെ ഉണ്ട്, പല വിധത്തിലുള്ള നാമങ്ങളെല്ലാം ജപിക്കാറുണ്ടല്ലേ. പക്ഷേ ഒന്നിനും ഒരു ശാശ്വതമായ ഒരു പരിഹാരം നമുക്ക് തരാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു പ്രതിവിധിയായി എന്താണ് ചെയ്യാൻ നമുക്ക് സാധിക്കുക? നമുക്ക് ഓരോ ദിവസവും ഓരോരോ പ്രശ്നങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും. അതെല്ലാം നമ്മുടെ ചിന്തയെ ഇങ്ങനെ അലട്ടി നമ്മുടെ ജീവിതത്തിൽ ഒരു സമാധാനമില്ലാത്ത ഒരു അവസ്ഥ വരികയാണ്. ഇതിങ്ങനെ തുടർന്നു കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവിതത്തെ വളരെയേറെ ബാധിക്കാറുണ്ട്. ഇതിനൊരു പ്രതിവിധി എന്തെങ്കിലും ഉണ്ടോ? എൻ്റെ പ്രിയപ്പെട്ട സജ്ജനങ്ങളെ, നിങ്ങളെല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് മഹാഭാരത കഥ. അതിൽ പാണ്ഡവരും കൗരവരും തമ്മിൽ ഘോരമായ യുദ്ധം നടന്നിരുന്നു. ആ യുദ്ധത്തിൽ കൗരവരെ മുച്ചൂടും നശിപ്പിച്ചുകൊണ്ട് പാണ്ഡവർ വിജയിക്കുകയും ചെയ്തു. പാണ്ഡവപക്ഷത്ത് ആരായിരുന്നു? കൃഷ്ണനുണ്ടായിരുന്നു അല്ലേ. അർജുനന് സാരഥിയായിക്കൊണ്ട് കൃഷ്ണൻ പാണ്ഡവപക്ഷത്തുള്ളത് കൊണ്ട് മാത്രമാണ് പാണ്ഡവർ വിജയിച്ചത്. അത് മറ്റൊരു കാര്യം. യുദ്ധത്തിനൊക്കെ ശേഷം യുധിഷ്ഠിരൻ രാജാവായി സ്ഥാനമേറ്റു. പക്ഷെ യുധിഷ്ഠിരന് ഒരു മനസമാധാനവും ഉണ്ടായിരുന്നില്ല. കാരണം എന്താണ്? തൻ്റെ പ്രിയപ്പെട്ടവരെയാണ് യുദ്ധത്തിൽ കൊന്നത്. അതിൻ്റെ ഒരു സമാധാനവും അദ്ദേഹത്തിനുണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വളരെയധികം ഉപദേശങ്ങൾ വ്യാസനായിട്ടും കൃഷ്ണനായിട്ടും ഒക്കെ നൽകിയെങ്കിലും അദ്ദേഹം അതൊന്നും ചെവിക്കൊണ്ടില്ല. അദ്ദേഹത്തിന് ആകെ സങ്കടമായി. അപ്പോൾ എന്തു ചെയ്തു? കൃഷ്ണൻ അദ്ദേഹത്തെ ഭീഷ്മ പിതാമഹൻ്റെ അടുത്തേക്ക് കൊണ്ടുപോയി. ഭീഷ്മ പിതാമഹൻ ശരശയ്യയിൽ കിടക്കുകയായിരുന്നല്ലോ. അദ്ദേഹം ഭീഷ്മരുടെ അടുത്ത് യുധിഷ്ഠിരനെ കൊണ്ടുപോയതിനു ശേഷം യുധിഷ്ഠിരൻ്റെ വിവരങ്ങളെല്ലാം ഭീഷ്മരോട് പറഞ്ഞു. ഭീഷ്മർ ഉപദേശിച്ചു കൊടുത്ത ഒരു കാര്യമുണ്ട് യുധിഷ്ഠിരന്. എന്തിനാണ്? മനസമാധാനം ലഭിക്കുവാനായിട്ട്, അല്ലെങ്കിൽ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ മാറ്റുവാനായിട്ട് നീ ഇത് ചെയ്തു കൊള്ളുക എന്ന് പറഞ്ഞുകൊണ്ട് ഭീഷ്മർ പിതാമഹൻ യുധിഷ്ഠിരന് പറഞ്ഞു കൊടുത്ത ആ ഒരു നാമം, അല്ലെങ്കിൽ ആ ഒരു കാര്യം എന്തായിരുന്നു? വിഷ്ണു സഹസ്രനാമമായിരുന്നു. അത് വിഷ്ണു സഹസ്രനാമം നിത്യവും നീ പാരായണം ചെയ്യുകയാണെങ്കിൽ നിൻ്റെ മനസ്സിനെ അലട്ടുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും വലിയൊരു പരിഹാരമായിരിക്കുമെന്നും ഭീഷ്മ പിതാമഹൻ യുധിഷ്ഠിരന് ഉപദേശിച്ചു നൽകി. അങ്ങനെയുള്ള ആ ഒരു വിഷ്ണു സഹസ്രനാമം നമ്മളേവരും പാരായണം ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ, എൻ്റെ പ്രിയജനങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കുക. അത് സ്വയം അനുഭവിച്ചറിഞ്ഞ് തന്നെ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത്രയ്ക്ക് പവറാണ് വിഷ്ണു സഹസ്രനാമത്തിന്. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകൾ നമ്മളിൽ നിന്നും ഓട്ടോമാറ്റിക്കായിട്ട് മാറ്റുകയാണ്. നമ്മൾ പോലും വേറൊരു കാര്യത്തിലേക്ക് സ്വയം ശ്രദ്ധ മാറി വെക്കേണ്ട കാര്യമില്ല. നമ്മൾ മാറ്റാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ ചിന്തകളെ മാറ്റിവിട്ടുകൊണ്ട് നമ്മളെ ഏറെ സമാധാനം തന്ന് മുന്നോട്ട് കൊണ്ടുപോകുവാനായിട്ട് ഈ ഒരു സഹസ്രനാമത്തിന് സാധിക്കും. നിങ്ങൾ നിത്യവും നിങ്ങൾ പാരായണം ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ വരുന്ന മാറ്റങ്ങൾ വളരെ അനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് നിത്യവും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക. നമ്മുടെ മനസ്സിനെ അലട്ടുന്ന ചിന്തകളെ നമ്മൾ മാറ്റിവിടേണ്ട കാര്യമില്ല. ഭഗവാൻ അതിനെയെല്ലാം മാറ്റി ഭഗവാന്റെ ഭക്തനെ ഒരു രീതിയിലുള്ള പ്രശ്നങ്ങളും തൊടാൻ ഭഗവാൻ സമ്മതിക്കില്ല. അതാണ് നാം ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. മനസ്സിനെ പോലും ഒരു പ്രശ്നവും ബാധിക്കാൻ ഭഗവാൻ സമ്മതിക്കില്ല. ശരീരത്തെ ഒട്ടുമില്ല. അങ്ങനെ ഒരു കാവലായി, എല്ലാത്തിനും ഒരു കവചമായി വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്താൽ ഭഗവാൻ നമ്മുടെ ഒപ്പമുണ്ടായിരിക്കും. നിങ്ങളത് പരീക്ഷിച്ച് നോക്കൂ. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നവർക്കറിയാം ഇതിൻ്റെ മാഹാത്മ്യം എത്രത്തോളമാണ് എന്ന്.
ഇനി വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ തീരെ സാധിക്കാത്തവർ എന്തു ചെയ്യണം? അത് വിഷ്ണു സഹസ്രനാമത്തിൽ തന്നെ പറയുന്നുണ്ട്. പാർവതീദേവി ഭഗവാനോട് ചോദിക്കുന്നുണ്ട്, ഇത് ഇത്ര കഠിനമായ കാര്യങ്ങൾ എളുപ്പത്തിൽ പാരായണം ചെയ്യുവാൻ എന്തെങ്കിലും ഉപായമുണ്ടോ ഭഗവാനെ എന്ന് പാർവതി അമ്മ ഭഗവാനോട് ചോദിക്കുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോൾ ഭഗവാൻ അതിന് മറുപടിയായി പറയുന്നത് ഇപ്രകാരമാണ്: ശ്രീരാമ രാമ രാമേതി രമേ രാമേ മനോരമേ സഹസ്രനാമ തത്തുല്യം രാമനാമ വരാനനേ എന്ന്. അതിൻ്റെ അർത്ഥം, രാമനാമം 3 തവണ ചൊല്ലിയാൽ മതി വിഷ്ണു സഹസ്രനാമം ചൊല്ലുന്നതിന് തത്തുല്യമാണ് എന്നാണ് ഭഗവാൻ പാർവതി അമ്മയ്ക്ക് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ രാമനാമം ജപിച്ചോളുക. അതും ശ്രേഷ്ഠമായ കാര്യമാണ്, ഇതിന് തുല്യമാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. തീരെ സാധിക്കാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. മാക്സിമം നമ്മൾ വിഷ്ണു സഹസ്രനാമം തന്നെ പാരായണം ചെയ്യാൻ ശ്രദ്ധിക്കുക. അത് പറ്റത്തില്ലാത്തവർ മാത്രമാണ് രാമ 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 എന്ന് നമ്മൾ ജപിച്ചുകൊണ്ടേയിരിക്കേണ്ടത്. വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നാൽ അതിൻ്റേതായ എല്ലാ പ്രയോജനങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതാണ്. വിഷ്ണു സഹസ്രനാമം അത്രയ്ക്ക് ശ്രേഷ്ഠമായ ഒരു സഹസ്രനാമമാണ്. വിഷ്ണു സഹസ്രനാമവും ലളിതാ സഹസ്രനാമവും എല്ലാം പാരായണം ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന അനുഗ്രഹം നമ്മളൊക്കെ ചിന്തിക്കുന്നതിനും അപ്പുറത്താണ്. അത്രയ്ക്ക് മാഹാത്മ്യമേറിയതാണ് സഹസ്രനാമം എന്ന് പറയുന്നത്. അതുകൊണ്ട് എല്ലാവരും സഹസ്രനാമം ജപിച്ചോളുക. എൻ്റെ എല്ലാ പ്രിയപ്പെട്ട സജ്ജനങ്ങൾക്കും നന്മ വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഇത്രയും നേരം എന്നെ ശ്രവിച്ച എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, ഹരേ കൃഷ്ണ. സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു.